കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചേച്ചി കുറേ ദിവസമായി വീഡിയോസ് ഒന്നും ഇടാത്തത് കുറച്ച് തിരക്കായി പോയിരുന്നതുകൊണ്ടാണ്. അതൊന്നും കുഴപ്പമില്ല, ഇനിയും പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ചേച്ചി വരുന്നതാണ്. ഇപ്പം നമുക്ക് കുറേ കാലമായിട്ട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പി ആയിരുന്നു ബനാന ബിസ്ക്കറ്റ് ഒന്ന് കാണിച്ചു തരുമോയെന്ന്. അപ്പോൾ ഇന്ന് ബേക്കറിയിൽ ഉണ്ടാക്കുന്ന ബനാന ബിസ്ക്കറ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ബേക്കറി സ്റ്റൈലുള്ള ബനാന ബിസ്ക്കറ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുക നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. ഈ ഒരു കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. മൈദ എടുത്തത് 200 ഗ്രാം ആണ്. പിന്നെ പഞ്ചസാര പൊടി എടുത്തിട്ടുണ്ട്, പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. അത് നമ്മൾ 100 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഞാൻ എടുത്തിട്ടുള്ളത് 100 ഗ്രാം ആണ് കേട്ടോ. അപ്പം മൈദയുടെ നേർപകുതിയാണ് ബാക്കി രണ്ടും എടുത്തിട്ടുള്ളത്. ഇത് എസൻസ്, നമുക്ക് ഇഷ്ടമുള്ള ഏത് എസൻസും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കുക. എന്നിട്ട് നമ്മളെടുത്ത 100 ഗ്രാം പഞ്ചസാരപ്പൊടി ഇവിടേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുക. സാധാരണ എല്ലാ ബേക്കറി ബിസ്ക്കറ്റും ഏകദേശം ഒരേപോലെ തന്നെയാണ് എടുക്കുക. പിന്നെ അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ടേസ്റ്റിലും അത് നമ്മൾ എസൻസ് കൊടുക്കുന്നത് പോലെയാണ്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കുക. ഇനി ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് തേച്ചാലും കുഴപ്പമൊന്നുമില്ല. ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും അതില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈ കൊണ്ട് കാണിച്ചു തരുന്നത്. പിന്നെ ചേച്ചി ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്ത് കാണിക്കുക ചേച്ചി എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. നമുക്ക് ഈ ക്രീമും അതുപോലെ തന്നെ പഞ്ചസാര പൗഡറും നെയ്യും ഒക്കെ നമ്മുടെ കയ്യിൽ ഗ്ലൗസിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ കൈ വെച്ചിട്ട് കാണിച്ചു തരുന്നത്. നന്നായിട്ട് പതപ്പിച്ചിട്ട് ഇതുപോലെ തേച്ചെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് തേയണം, എന്നാലാണ് നമുക്ക് മൈദ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. ഇനി നിങ്ങൾക്ക് മൈദ കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതേപോലെ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ പഞ്ചസാരപ്പൊടിയും ബട്ടറും കൂടെ തേച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദയും കൂടി ഇട്ടിട്ട് വീണ്ടും അതുപോലെ തന്നെ തേച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏത് എസൻസ് ആണോ ചേർക്കേണ്ടത് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു 1/2 ടീസ്പൂൺ എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, വല്ലാത്ത കുത്തു വരും കേട്ടോ. നിങ്ങൾക്ക് ഐസ്ക്രീമോ വാനിലയോ പൈനാപ്പിളോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ബനാന എസൻസ്, ബനാന ബിസ്ക്കറ്റിനാണെങ്കിൽ പിന്നെ ബനാന എസൻസ് ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ വാങ്ങാൻ കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ തേച്ചെടുക്കുക. നന്നായിട്ട് തേച്ചെടുക്കണം, എന്നാലാണ് ബിസ്ക്കറ്റ് നല്ല ക്രഞ്ചി ആയിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. ഇപ്പം എല്ലാം കൂടി കൂട്ടി എസൻസ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗമൊക്കെ സ്ക്രാപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് തുടയ്ക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ കൗണ്ടർ ടോപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പാത്രവും അതുപോലെ തന്നെ ഒരു വെയിൻ മെഷീനും കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് പാത്രവും കപ്പും ഒന്നും വേസ്റ്റ് ആവില്ല. നമുക്ക് ഒരുപാട് പാത്രം കഴുകേണ്ട ആവശ്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് കട്ടിയിൽ ഇത് പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറഞ്ഞു പോവരുത്. കുറച്ച് കട്ടി ഉണ്ടെങ്കിലാണ് ബിസ്ക്കറ്റ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് ബിസ്ക്കറ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾ സെയിൽ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുക്കുക. 1 കിലോ അളവിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ചധികം ബിസ്ക്കറ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് വിറ്റോളൂ. ഇവിടെ ഇപ്പോഴത്തെ നെയ്യുടെ ഒക്കെ വിലയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് 200 രൂപയൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്കതിലൊരു ലാഭമൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ ഏത് ട്രേ ആണോ ഉപയോഗിക്കുന്നത് അതിലേക്ക് നമുക്കിത് കുത്തി വെക്കാം. അത് ഇപ്പോൾ ബനാന ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന അച്ചാണിത്. ഇതുപോലത്തെ അച്ചുകൊണ്ട് നമുക്ക് കുത്തിയെടുക്കാം. നമുക്ക് ടിൻ മേക്കറുടെ ഒക്കെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അച്ച് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ അച്ചില്ലാന്ന് ഓർത്തിട്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട, അത് അധികം പൈസയൊന്നും ആവില്ല. ഇതുപോലത്തെ അച്ച് ഉണ്ടാക്കി തരും. കുറച്ച് സ്പേസ് വിട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് നമ്മൾ ഓവൻ്റെ ഉള്ളിൽ ചെന്നിട്ട് വേവാൻ തുടങ്ങുമ്പോഴേക്ക് ബിസ്ക്കറ്റ് കുറച്ച് വലുതായിട്ട് വരും കേട്ടോ. ഇതുപോലെ കുത്തിയെടുക്കുക. കാണുന്നുണ്ടോ? എല്ലാം ഇതേപോലെ കുത്തിയെടുക്കുക.
കുറച്ച് നമ്മൾ കുത്തിയെടുക്കുമ്പോൾ അടുപ്പിച്ചിട്ട് ഇതുപോലെ കുത്താൻ നോക്കുക. എന്നാൽ ഒരുപാട് വേസ്റ്റ് വരത്തില്ല. വേസ്റ്റ് വന്നാൽ കുഴപ്പമൊന്നുമില്ല. ഈ ബിസ്ക്കറ്റിലാവുമ്പോൾ നമുക്ക് അത് എല്ലാം കൂടി ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ കുത്തിയെടുത്ത് ബിസ്ക്കറ്റ് ഉണ്ടാകും. ഒട്ടും വേസ്റ്റായി പോവില്ല. ഇതുപോലെ കുത്തിയെടുക്കുക. ഓയിലൊന്നും ചേർക്കരുത്. ബട്ടർ ചേർക്കുകയാണെങ്കിൽ പിന്നെ ഓയിൽ ചേർത്താൽ ബിസ്ക്കറ്റ് അത്ര രസം ഉണ്ടാവില്ല. ബട്ടർ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ബട്ടറിന് ഭയങ്കര വില കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്ക് ബേക്കറികളിലൊക്കെ ഒരു വനസ്പതി വരുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ കിട്ടൂല. അതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ ഇത് പൊട്ടിപ്പോയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. എല്ലാം കൂടി കുഴച്ചെടുത്ത് ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ പരത്തിയെടുക്കാം. ഇപ്പം എല്ലാം ഇതേപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടി ഒരു മുട്ട ഇതുപോലെ ഒന്ന് ബീറ്റാക്കി എടുത്തിട്ട് നമുക്ക് ഒരു ബ്രഷ് എടുത്ത് ഇതിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു നല്ല ചുവന്ന കളറൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷെ സാധാരണ ബനാന ബിസ്ക്കറ്റിൽ ഇതുപോലെ മുട്ട തേക്കാറുണ്ട്. എല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് കഴിഞ്ഞില്ലേ പരിപാടി. ഇനി ബേക്ക് ചെയ്തെടുക്കുക. ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചൂട് കൊടുക്കുന്നത് 140 150 ഡിഗ്രിയിലാണ്. അതിൽ കൂടുതൽ കൊടുക്കണ്ട. അപ്പോൾ വേഗം അങ്ങോട്ട് കരിഞ്ഞിട്ട് ഉള്ളു വേവാതെ ആയി പോകും. എന്നിട്ട് ഒരു 20 മിനിറ്റൊക്കെ സമയമാകുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തോളും കേട്ടോ. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ബനാന ബിസ്ക്കറ്റ് ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ബിസ്ക്കറ്റ് ഇങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് തട്ടിൽ പറ്റി പിടിക്കുക. ഈ ട്രേയിൽ പറ്റി പിടിക്കാതെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണം. എടുത്തു കഴിയുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് തണിയുമ്പോൾ നന്നായിട്ട് റെഡി ആയിട്ട് വന്നോളും കേട്ടോ. അപ്പോൾ നല്ല ബിസ്ക്കറ്റാണ്, അടിപൊളി ബിസ്ക്കറ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്കൊന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയ കുക്കീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.